നമസ്കാരം. കൊല്ലവർഷം 1202 എല്ലാവർക്കും സ്വാഗതം നേരുകയാണ്. മകം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ചിങ്ങക്കൂറിലാണ് വരുന്നത്. ഈ 1202 പുതുവർഷ ആരംഭകാലം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഒരല്പം കാലതാമസം വരാം. ഉദ്ദേശിക്കുന്നത് പോലെ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും നടക്കണമെന്നില്ല. അപ്രതീക്ഷിതമായ തടസ്സങ്ങൾ പല കാര്യങ്ങളിലും ഉണ്ടാകാം. നിങ്ങളുടെ നിലവിലുള്ള കർമ്മരംഗത്ത് പല മാറ്റങ്ങളും വരും. അതൊന്നും ഗുണകരമാകണമെന്നില്ല. വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും പല ബുദ്ധിമുട്ടുകളും സാമ്പത്തിക നഷ്ടങ്ങളും കാര്യപരാജയങ്ങളുമൊക്കെ ഉണ്ടാകാം. ശ്രദ്ധിച്ചു പഠിച്ച് നിങ്ങളുടെ തൊഴിൽ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതാണ്. ഇല്ലാത്ത പക്ഷം പല പ്രയാസങ്ങളും നിങ്ങൾക്ക് ഉണ്ടായേക്കാം. അശ്രദ്ധയും ആലോചനക്കുറവും കാരണം പല വിഷമങ്ങൾക്കും ഇടയുണ്ട്. വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ ശ്രമിക്കുന്നവരും നല്ല കരുതൽ വേണം. ഇല്ലാത്ത പക്ഷം സാമ്പത്തികമായ ചില പ്രയാസങ്ങളൊക്കെ വരാം. IT മേഖലയിലായാലും ബിസിനസ് രംഗത്തായാലും വിവിധ കമ്പനികളിലായാലും അന്യദേശങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവരും നല്ല ശ്രദ്ധ പാലിക്കുക. ഇല്ലെങ്കിൽ ജോലിയിൽ ചില കുറവുകളും പോരായ്മകളും അബദ്ധങ്ങളും ഒക്കെ വന്നേക്കാം. നിങ്ങളുടെ ജോലിയെ തന്നെ അത് ബാധിക്കാം. യാത്രാക്ലേശം അലച്ചിൽ ഇതിന് സാധ്യതയുണ്ട്. സാമ്പത്തിക നഷ്ടങ്ങൾ അനുഭവപ്പെട്ടേക്കാം. ഗൃഹനിർമ്മാണം നടത്തുന്നവർ വളരെ ശ്രദ്ധിക്കണം. ചില സമയത്ത് ഗൃഹനിർമ്മാണം മുമ്പോട്ട് പോകാനാവാതെ ഒരു മന്ദഗതിയിലായി പോകുന്ന അവസ്ഥ വരാം. ശരിയായ സാമ്പത്തിക ആസൂത്രണത്തോടെയും ശ്രദ്ധയോടെയും കരുതലോടെ ചെയ്താൽ ആ സാഹചര്യം ഒഴിവാക്കാം. പണം ഇൻവെസ്റ്റ് ചെയ്ത് എന്ത് ചെയ്യുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം. ബിസിനസ് കാര്യത്തിനായാലും ഗൃഹനിർമ്മാണത്തിനായാലും ഷെയർ തുടങ്ങിയ കാര്യങ്ങളിലായാലും ഒക്കെ സൂക്ഷിച്ചില്ലെങ്കിൽ നഷ്ടങ്ങൾ വരാം. നൂതന സംരംഭങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ വളരെ പഠിച്ച് ചെയ്യണം. ഇല്ലെങ്കിൽ സാമ്പത്തിക പ്രയാസങ്ങൾ അനുഭവപ്പെടാം. കുട്ടികൾ പഠനകാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു പുരോഗതി ഉണ്ടായെന്ന് വരില്ല. ഈ ലോണുകളും വായ്പകളും തിരിച്ചടവിൽ വളരെ ശ്രദ്ധ വേണം. ബാങ്ക് ലോണുകൾ പല ആവശ്യങ്ങൾക്കായിട്ട് എടുത്തിട്ടുള്ളവരും അത് വീടുപണി അല്ലെ കൃഷി ആവശ്യങ്ങൾ, കച്ചവട ആവശ്യങ്ങൾ, പഠനാവശ്യങ്ങളിലൊക്കെ ലോണുകൾ എടുത്തവർ ചില പ്രത്യേക സാഹചര്യങ്ങൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം. വാഹന വായ്പയും ശ്രദ്ധിച്ച് ചെയ്യണം. പൊതുവെ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം സാമ്പത്തിക ഇടപാടുകൾ മകം നാളുകാർ ഈ കാലഘട്ടത്തിൽ കരുതലോടുകൂടി ചെയ്ത് മുമ്പോട്ട് പോകണമെന്നാണ്. ആരോഗ്യകാര്യങ്ങളിൽ സാമാന്യമായ ജാഗ്രത പാലിക്കുക. കലാകായിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ നേട്ടങ്ങൾ ഉണ്ടാകും. കൂടുതൽ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും. പ്രശസ്തി വർദ്ധിക്കും. സാമ്പത്തിക പുരോഗതിയും ഉണ്ടാകും. കാർഷിക രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്കും ഒട്ടേറെ ഗുണങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഔദ്യോഗിക രംഗത്ത് വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ സ്ഥലമാറ്റം, സ്ഥാനക്കയറ്റം ഇതൊക്കെ ലഭിക്കാം. വിദേശ പഠനത്തിനു വേണ്ടി ശ്രമിക്കുന്ന കുട്ടികൾ നന്നായി അന്വേഷിച്ചറിഞ്ഞ് പരിശ്രമിക്കണം. ഇല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ചില പ്രയാസങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ സുപ്രധാനമായ മാറ്റങ്ങളുടെ ഒരു കാലഘട്ടമാണ്. മനസ്സിൻ്റെ ടെൻഷൻ അഥവാ പിരിമുറുക്കം വർദ്ധിക്കാതെ നോക്കണം. യോഗ, മെഡിറ്റേഷൻ ഇതൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. എല്ലാവരോടും ശാന്തതയോടെയും ശ്രദ്ധയോടെയും ഇടപെടുക. സംഭാഷണങ്ങളിൽ വളരെ കരുതലും മിതത്വവും ശീലിക്കുക. കുട്ടികളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് സന്തോഷവും സംതൃപ്തിയും അനുഭവപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. കുടുംബപരമായ കാവുകളും ആരാധനാസ്ഥാനങ്ങളും ഉള്ളവർ വേണ്ട അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്ത് മുമ്പോട്ട് പോവുക. വ്യക്തിപരമായി നിങ്ങളുടെ സമഗ്രമായ രാശിചിന്ത ചെയ്ത് ഉചിത പ്രതിവിധി ചെയ്ത് മുമ്പോട്ട് പോവുക.